കുറച്ച് സമയത്തിനു ശേഷം ഹാളിൽ ആരോ നടക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ബാത്റൂമിലെ വാതിൽ ഒന്നുകൂടി ശക്തമായി അടച്ചു. ഞാൻ അനിയന്മാർക്ക് മെസ്സേജ് അയച്ചു. അവരും കേൾക്കുന്നുണ്ടാ കാലൊച്ചകൾ. എന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം ഭയപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. എന്റെ മുറിയിലെ വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ബാത്റൂമിന്റെ വാതിലിന്റെ ഇടയിലൂടെ ചെറുതായി പുറത്തുള്ളത് കാണാമായിരുന്നു. എന്റെ മുറിയിലേക്ക് ഒരാൾ കടന്നു വരുന്നത് ഞാൻ കണ്ടു. അയാൾ എന്റെ കട്ടിലിലിരുന്നു. ശേഷം അയാളുടെ കാലിലെ ഒരു ഷൂ എടുത്തു. ഷൂ നന്നായി കുലുക്കുന്നുണ്ടായിരുന്നു അയാൾ. കുറച്ചു കഴിഞ്ഞ് അയാൾ ഷൂ തിരിച്ച് കാലിലേക്കിട്ടു. ശേഷം ബാത്റൂമിന്റെ വാതിലിലേക്ക് അയാൾ നോക്കി. എന്നെ തന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. അത്രയും സമയത്തെ നിശബ്ദതയ്ക്ക് വിരാമമിട്ടുകൊണ്ട് അയാൾ സംസാരിച്ചു. നീ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. വാതിൽ തുറക്കണോ അതോ അകത്ത് തന്നെ ഇരിക്കണോ എന്ന് ഞാൻ സ്വയം ചോദിക്കുവാൻ തുടങ്ങി. ഒരു തീരുമാനം എനിക്കെടുക്കണമായിരുന്നു. ഭയം കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഞാൻ ബാത്റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. എനിക്ക് ഇത്രയധികം ശബ്ദമുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്നെ അയാൾ പിന്തുടരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അയാൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ മുകളിലുള്ള അച്ഛന്റെ മമ്മയുടെ മുറിയിലേക്ക് ഓടിക്കേറി. പോലീസ് വരുന്നതുവരെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. പോലീസ് വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഞങ്ങൾ എല്ലാവരും എന്റെ മുറിയിൽ വന്നു നോക്കി. പക്ഷെ അവിടെ ആളുണ്ടായിരുന്നില്ല.